നമസ്കാരം. നമസ്തേ. ബീഹാറിലെ പട്നയിലെ ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏകദേശം 3ഓളം നിയമസഭ പല സംസ്ഥാനങ്ങളായി മൊത്തം 3 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അപ്പോൾ അതിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉരുക്കുകോട്ട എന്ന് പറയപ്പെടുന്ന ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോർ വിജയിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നായിരുന്നു. മാത്രമല്ല ബിജെപിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ നിതിനായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ 30 വർഷമായി തുടർച്ചയായി ബിജെപി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണത്. അപ്പം ഇത്തരത്തിൽ ബിജെപിയുടെ കുത്തക അല്ലെങ്കിൽ അവരുടെ കോട്ട എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ ബിജെപി തോറ്റത് 19,324 വോട്ടിനാണ് പ്രശാന്ത് കിഷോർ അവിടെ ജയിച്ചത്, ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ പറഞ്ഞ പോലെ ബിജെപിക്ക് ഈ പട്ന എന്ന് പറയുന്നത് അർബൻ ഏരിയ കൂടിയാണ്. പട്ന യൂണിവേഴ്സിറ്റി അടക്കം ഉൾക്കൊള്ളുന്ന ബീഹാറിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അർബൻ ഏരിയ എന്ന് പറയുന്നത് ഈ പട്നയാണ്. അവിടുത്തെ ബങ്കിപ്പൂർ മണ്ഡലമാണ് തോറ്റിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബിജെപി എക്കാലത്തും വളർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ശരി, അർബൻ ഏരിയയിൽ ബിജെപി വലിയ തലത്തിൽ വളർച്ച എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ OBC വിഭാഗം ഒരുപാട് കൂടുതലുള്ള അത്തരത്തിലുള്ള സ്ഥലത്ത് ബിജെപി തോൽക്കുന്നു എന്ന് പറയുമ്പോൾ ബിജെപിയുടെ പരാജയത്തിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇതല്ല മോദിക്കെതിരെയുള്ള ഒരു പടയൊരുക്കത്തിന്റെ ഭാഗമായാണ് ഈ തോൽവിയെ കാണേണ്ടത്. ഇപ്പം നമുക്കറിയാം എക്കാലത്ത് മോദി വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ ഐഡിയോളജി മുമ്പോട്ട് വെച്ചുകൊണ്ടും ജാതിമത കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വെച്ചുകൊണ്ടായിരുന്നു ബിജെപിയുടെ വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ വിജയം പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടി നേടിയിട്ടുള്ളത് വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനൊക്കെ ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് അവർ ക്യാമ്പയിനിങ് നടത്തിയിരുന്നത്. അപ്പം ഇത്തരത്തിൽ മോദിയുടെ ക്യാമ്പയിനിങ് വരെ മാറ്റി തിരുത്തേണ്ട അവസ്ഥയിലോട്ട് പോകുന്നു. അതല്ല മോദി പ്രഭാവം ഇന്ത്യയിൽ അസ്തമിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ കാണുന്നത്? ബി.ജെ.പി തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ആത്മപരിശോധന നടത്തേണ്ട ഒരു പരാജയം തന്നെയാണ് ബങ്കിപ്പൂരിൽ ഈ കഴിഞ്ഞ ദിവസം ബി.ജെ.പിക്ക് ഉണ്ടായത്. ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തനായ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് പ്രശാന്ത് കിഷോർ, അദ്ദേഹം പലതവണയായിട്ട് ബീഹാറിൽ കാലുറപ്പിക്കാൻ ശ്രമമൊക്കെ നടത്തി. ഓരോ തവണയും പരാജയപ്പെട്ടു. പലയിടത്തും അങ്ങനെ ഉറപ്പിക്കാൻ നോക്കി. പക്ഷേ ഒടുവിൽ നിരന്തര പരിശ്രമത്തിനൊടുവിൽ ബി.ജെ.പിയുടെ ഉരുക്കുകോട്ടയായ ബങ്കിപ്പൂരിൽ, അതും ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ മണ്ഡലത്തിൽ അദ്ദേഹം ഏതാണ്ട് 20,000 അടുത്ത വോട്ടിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 19,324 വോട്ടിന് വിജയിച്ചു എന്നുള്ളത് നിശ്ചയമായിട്ടും ബി.ജെ.പിക്ക്, പ്രത്യേകിച്ച് നിതിൻ നബീനു അദ്ദേഹത്തിനെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ വലങ്കൈയായ അമിത്ഷായ്ക്കും ഏറ്റ ഒരു കനത്ത തിരിച്ചടിയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തൊക്കെ തന്നെ നമ്മൾ കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും പരാജയം പരാജയമാണ്. വിജയം എങ്ങനെ വിജയമാകുന്നു അതുപോലെ തന്നെ പരാജയം പരാജയവുമാണ്. രണ്ടിനും അതിൻ്റെതായ ഇമ്പാക്റ്റ് രാഷ്ട്രീയത്തിലുണ്ടാകും. ഞാൻ താൽക്കാലികമായിട്ട് വിലയിരുത്തുന്നത്, ഇത് ഞാൻ ബി.ജെ.പിയുടെ ഏറ്റ തിരിച്ചടിയായിട്ടല്ല, ഇത് ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ച തിരിച്ചടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അടങ്ങുന്ന ഒരു ഇക്കോ സിസ്റ്റം ബി.ജെ.പിക്ക് ഉള്ളിലുണ്ട്. ബി.ജെ.പിക്കുള്ളിൽ പല ഇക്കോ സിസ്റ്റംസ് ഉണ്ട്. ആ ഇക്കോ സിസ്റ്റത്തില് ഗുജറാത്തികളുടെ ഒരു ഇക്കോ സിസ്റ്റമാണ് ഈ മോദിയുടെ ഒരു ഇക്കോ സിസ്റ്റം. അവിടെ അതൊരു എക്സ്ക്ലൂസീവ് ഗുജറാത്തി ടീമാണ്. ആ ടീം തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിൽ അവരുടെ സ്വീകാര്യത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല. കാരണം സാക്ഷാൽ മോദി പോലും വാരണാസിയിൽ പണ്ട് 5 ലക്ഷത്തിനടുത്ത് വോട്ട് ജയിച്ച ആള് ഇപ്രാവശ്യം 1.5 ലക്ഷം വോട്ടിന് മാത്രം ജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പോലും വടക്കേ ഇന്ത്യയുടെ ഹൃദയസ്പന്ദനത്തിൽ നിന്നും, ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും വടക്കേ ഇന്ത്യയുടെ ഹൃദയത്തിന്റെ ഭാഷ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അതാണ് എനിക്കിപ്പോ തോന്നുന്ന ഒന്നാമത്തെ വിഷയം. ഇവിടെ ബി.ജെ.പി ഈ പരാജയത്തിന് ചില കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം. തീർച്ചയായിട്ടും അതിന് ചില പ്രസക്തിയൊക്കെ ഉണ്ട്. ബി.ജെ.പി പറയുന്നത് RJD, രാഷ്ട്രീയ ജനതാദൾ, അവരുടെ വോട്ട് പ്രശാന്ത് കിഷോറിന് മറിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണത്തെ നിതിൻ നബീൻ കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളിയായിരുന്നത് RJDയുടെ രേഖാകുമാരിയാണ്. അന്ന് അവർക്ക് 46,363 വോട്ട് ലഭിച്ചിരുന്നു. ഇപ്രാവശ്യം അവർക്ക് ലഭിച്ചത് വെറും 14,273 വോട്ടാണ്. അതായത് RJDയുടെ 32,000-ലധികം വോട്ട് ഇപ്രാവശ്യം അവർക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം RJD പ്രശാന്ത് കിഷോറിന് വോട്ട് മറിച്ചു എന്ന് ബി.ജെ.പി സൂചിപ്പിക്കുന്നു.
അപ്പൊ അതില് ഒരു വസ്തുത ഉണ്ടായെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RJD BJP വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും അവരെ പ്രശാന്ത് കിഷോറിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന് വോട്ട് മറിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു തെറ്റൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ എതിരാളിയുടെ എതിരാളി നിങ്ങളുടെ മിത്രമാണ്. അപ്പം ഇത്രയധികം റിസോഴ്സസും ബീഹാറിൽ ആദ്യമായിട്ട് ഭരണത്തിലേറുകയൊക്കെ ചെയ്ത BJPക്ക് അത് മുൻകൂട്ടി കണ്ട് ഇത്ര രാഷ്ട്രീയ ചാണക്യന്മാരുള്ള അമിത്ഷായെ പോലുള്ള ചാണക്യന്മാരുള്ളവരെ മോട്ടാ ഭായ് കോ സബ് ജാൻതാ ഹേ എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ അണികൾക്ക് വന്നു ഇത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവര് പിന്നെ ക്ലെയിം ചെയ്യുന്ന അവരുടെ ബുദ്ധിശക്തിയും അവരുടെ തന്ത്രജ്ഞതയും ഒക്കെ തന്നെ വെറും പൊള്ളയായ അവകാശവാദമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷെ അതേസമയം തന്നെ BJP പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ നിതിൻ നബീന് ലഭിച്ച വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് ഇപ്രാവശ്യം ലഭിച്ചിട്ടില്ല. നീരജ് കുമാർ സിൻഹ എന്ന BJP സ്ഥാനാർത്ഥിക്ക് 44,827 വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ പിന്നെ ലഭിച്ച വോട്ട് BJPക്ക് കിട്ടിയില്ലെങ്കിൽ BJPയുടെ വോട്ടിൽ നിന്നും ചോർച്ചയുണ്ടായി. തീർച്ചയായിട്ടും RJDയുടെ വോട്ട് പ്രശാന്ത് കിഷോറിന് മറിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. BJPയുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് അവിടെ BJP ശ്രദ്ധിക്കേണ്ട യഥാർത്ഥ ഒരു വസ്തുത. കാര്യം ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത ഇത് പിന്നോക്ക സമുദായമല്ല, മിഡിൽ കാസ്റ്റുകളായിട്ടുള്ള കായസ്ഥരുടെ ഒരു നല്ല സാന്നിധ്യമുള്ള മണ്ഡലമാണ്. ബീഹാറിൽ അങ്ങനെ ഒരു സമുദായത്തിനും അങ്ങനെ മെജോറിറ്റി ഉള്ള അസംബ്ലി സീറ്റ് കുറവാണ്. പിന്നെ യാദവരുടെ ഒക്കെ തന്നെ വളരെ രാഘവ്പൂർ ഒക്കെ ഉണ്ടാവാം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മണ്ഡലങ്ങളിലെ ഒരു സിംഗിൾ സമുദായത്തിന് വലിയ മേൽക്കൈ ഉള്ളതുണ്ട്. പക്ഷെ ഈ ബങ്കിപ്പൂരില് ശരിക്കും കായസ്ഥർക്ക് നല്ലൊരു സാന്നിധ്യമുണ്ട്. കായസ്ഥനായിരുന്നു BJPയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള നിതിൻ നബി. അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറും കായസ്ഥനാണ്. അപ്പം ഈ BJP സ്ഥാനാർത്ഥി ഇപ്രാവശ്യത്തെ നീരജ് കുമാർ സിൻഹയും കായസ്ഥനാണ്. ഈ സിൻഹ എന്നുള്ള പേര് കായസ്ഥ സമുദായത്തിന്റെ സർനെയിമാണ്, അവരുടെ ജാതിപ്പേരാണ്. അപ്പോ ഈ സിൻഹ പിന്നെ അതായത് പിന്നെ മുൻ BJP സംസ്ഥാന BJP നേതാവ് പിന്നെ ബീഹാർ മന്ത്രിയായിരുന്ന നിതിൻ നബീനെ അദ്ദേഹത്തിന്റെ സമുദായത്തിന് പ്രാതിനിധ്യമുള്ള വലിയ ശക്തിയുള്ള മണ്ഡലത്തിൽ അവരുടെ പിന്തുണ പുതിയ BJP സ്ഥാനാർത്ഥിക്ക് സ്വന്തം സമുദായത്തിൽപ്പെട്ട തന്നെ സ്ഥാനാർത്ഥിയിലേക്ക് മാറ്റാൻ നിതിൻ നബീന് കഴിഞ്ഞില്ല. അപ്പൊ നിതിൻ നബീൻ സത്യം പറഞ്ഞാൽ ഒരു യൂസ്ലെസ് പ്രസിഡന്റ് ആണെന്നുള്ളതിൽ അത് പറയേണ്ടി വരും. അതിൽ കുറഞ്ഞ ഒരു വാക്ക് അതിനേക്കാൾ ഒരു നല്ല വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു പ്രയോജനമില്ലാത്ത BJP അധ്യക്ഷനാണ്. BJPയുടെ അധ്യക്ഷന്മാരായിട്ടിരുന്ന അമിത്ഷാ, അല്ലെങ്കിൽ അതിന് രാജ്നാഥ് സിംഗ്, അതല്ലെങ്കിൽ LK അദ്വാനി, അങ്ങനെ വലിയ പ്രഭാവശാലികളായ BJP അധ്യക്ഷന്മാരുണ്ടായ AB വാജ്പേയി ഒക്കെ തന്നെ BJP അധ്യക്ഷന്മാരായിട്ടിരുന്നിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളിടത്ത് ഈ നിതിൻ നബീനെ പോലൊരാളിനെ BJP അധ്യക്ഷനാക്കിയത് തങ്ങൾ പറയുന്നത് മുഴുവൻ അപ്പാടെ വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്ന ഒരു BJP പ്രസിഡന്റ് വേണം എന്നുള്ള മോദി അമിത്ഷാ ടീമിന്റെ ഒരു തീർച്ചയായിട്ടും ജനാധിപത്യപരമല്ലാത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കണ്ടത്. വിദ്യാർത്ഥി സമരം ഡൽഹിയിൽ നടന്നത് ബീഹാറിലും ഉണ്ടായി, ബീഹാറിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. അവിടെയൊക്കെ തന്നെ സർക്കാരിന് അത് നേരിട്ടതിൽ, ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് അത് നേരിട്ടതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇവിടെ ഉയർന്നു വരുന്ന ഒരു സത്യം ഞാൻ പറയുകയാണ്. അതായത് മധ്യപ്രദേശിലും BJP തോറ്റു. പക്ഷെ മധ്യപ്രദേശിൽ ഇത്രയും ഒരു നാണം കെട്ട തോൽവിയല്ല. മധ്യപ്രദേശിൽ അത് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. അതിനു മുമ്പ് കുറച്ച് വർഷം മുമ്പ് BJP ആയിരുന്നു തുടർച്ചയായിട്ട് ജയിച്ചത്. അത് കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പൊ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന മണ്ഡലം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ചില കാരണങ്ങളാൽ അയോഗ്യനാക്കപ്പെട്ടത് കൊണ്ടാണ് അവിടെ പുതിയ ഇലക്ഷൻ നടന്നത്. അത് പോട്ടെ. പക്ഷെ അവിടെയും BJP ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി മോഹൻ യാദവ് എന്തോ ഒരാളാണ്, അങ്ങനെന്തോ ആണ് പേര്. അദ്ദേഹത്തിന് അത്ര വലിയ ജനസ്വാധീനം ഒന്നുമുള്ള ഒരു രാഷ്ട്രീയ നേതാവൻ. പിന്നെ ആ ജാതി സ്വാധീനവും യാദവന്മാര് മധ്യപ്രദേശിൽ വളരെ കുറവാണ്. അപ്പോ BJP ഒരു പാവ മുഖ്യമന്ത്രിയെ മധ്യപ്രദേശിൽ കൊണ്ടുവച്ചു, അതുപോലെ വേറൊരു പാവയെ ബീഹാറിൽ വെച്ചു,
മറ്റൊരു പാവയെ എടുത്ത് പിന്നെ BJP-യുടെ ദേശീയ അധ്യക്ഷനായിട്ട് വെച്ചു. അപ്പൊ പണ്ട് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിയെ കളിയാക്കിയത് ഗുങ്കി ഗുഡിയ എന്നാണ്. ഗുഡിയ എന്ന് പറഞ്ഞാൽ പാവക്കുട്ടി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പാവക്കുട്ടികളെ ഓരോ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് റിമോട്ട് കൺട്രോളായിട്ട് PMOയിൽ നിന്ന് നമുക്ക് ഭരണം നടത്താം എന്നുള്ള ഒരു തന്ത്രം, അത് ഇനി തിരുത്താതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ BJP-യുടെ ഗതി അധോഗതി തന്നെ ആയിരിക്കും. നേരെ മറിച്ച് BJP തിരുത്തുവാണ്. ഇപ്പൊ നമ്മൾ എടുത്ത് ഒരു മറ്റുദാഹരണങ്ങൾ നോക്കിയാൽ ആസാമിലും ബംഗാളിലുമൊക്കെ അതിശക്തരായ തദ്ദേശീയ നേതാക്കന്മാർ. ആസാമിൽ ഹൈമന്ത ബിശ്വ ശർമ്മ ആസാമിന്റെ ഓരോ തുടുപ്പും അറിയാവുന്ന വ്യക്തിയാണ്. ബംഗാളിൽ സുബേന്ദു അധികാരി സാക്ഷാൽ മമതാ ബാനർജിയെ 2 തവണയും അവരുടെ മണ്ഡലത്തിൽ നിന്ന് തോപ്പിച്ച് തുന്നം പാടിച്ച വ്യക്തിയാണ്. മമതാ ബാനർജിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഇപ്രാവശ്യം അങ്ങോട്ട് പോയി നിന്ന് അവിടെ തോപ്പിച്ചു. അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മമതാ ബാനർജി മത്സരിച്ചപ്പോൾ അവിടെയും തോപ്പിച്ചു. അപ്പൊ ആ നേതാവിന്റെ ജനപ്രിയതയാണ്. അല്ലാതെ ഡൽഹിയിലിരിക്കുന്ന ഷഹൻഷായുടെ ഒരു പ്രഭാവത്തിൽ ബീഹാറിലും ആസാമിലും ബംഗാളിലും കേരളത്തിലും ഒക്കെ ജയിക്കില്ല. ആ കാലം കഴിഞ്ഞുപോയി. ഈ പണ്ട് കോൺഗ്രസിന് ഇതേ ബുദ്ധിമോശം ഉണ്ടായിരുന്നു. ഏത് കുറ്റിച്ചൂലിനെയും നിർത്തിയാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ ജയിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഹൈക്കമാൻഡ് ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് അന്ന് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധി ആന്ധ്രാപ്രദേശിൽ ചെന്ന് വെങ്കൽ റാവുവിനെ അദ്ദേഹത്തിനെ പരസ്യമായിട്ട് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോഴാണ് അവിടെ നിന്നും NT രാമറാവു എന്ന് പറയുന്ന നേതാവിന്റെ ഉദയം ഉണ്ടായതും NT രാമറാവു തെലുങ്കന്റെ ആത്മഗൗരവം, അതായത് ആത്മാഭിമാനം എന്ന മുദ്രാവാക്യവുമായിട്ട് വന്ന ആന്ധ്ര പിടിച്ചെടുത്തു. അതുവരെ കോൺഗ്രസിന്റെ മാത്രം കോട്ടയായിരുന്നു ആന്ധ്ര. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സംഭവിക്കാവുന്ന തെറ്റുകളാണ് ഇതൊക്കെ. ആ തെറ്റുകൾ BJP-ക്കും സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് ഈ ഇലക്ഷൻ തരുന്നത്. ഇതുകൊണ്ട് നാളെ BJP സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പോകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് ഇതുകൊണ്ട് വലുതായിട്ട് ഒന്നും സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ഒന്നുമല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. മൂന്നാമതൊരു പാർട്ടി വന്നപ്പോൾ ആ പാർട്ടിയാണ് ജനം സ്വീകരിക്കുന്നത്. കോൺഗ്രസിന് എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണിത്. ഇവിടെ കോൺഗ്രസ് BJP-യുടെ ഓൾട്ടർനേറ്റീവ് അല്ല വടക്കേ ഇന്ത്യയിൽ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. കോൺഗ്രസിനും ഇതിൽ നിന്ന് വലിയൊരു പാഠമുണ്ട്. യഥാർത്ഥത്തിൽ BJP-യേക്കാൾ വലിയ പാഠം കോൺഗ്രസിനാണുള്ളത്. കാരണം മുഖ്യ പ്രതിപക്ഷമാവാൻ കോൺഗ്രസിന് പറ്റുന്നില്ല. മുഖ്യം പോട്ടെ, അത് ഒരു 4ാം സ്ഥാനത്തെങ്കിലും പ്രസക്തമായ വോട്ട് പോലും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബീഹാറിൽ, മധ്യപ്രദേശിൽ ജയിച്ചിട്ടുണ്ട്. അത് പക്ഷെ അത് പാർട്ടിയുടെ സീറ്റാണ്. വർഷങ്ങളായിട്ട് പണ്ട് പാർട്ടി ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. മധ്യപ്രദേശിൽ ഇപ്പോഴും മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. അപ്പോ ഇവിടെ നൽകുന്ന ഒരു സൂചന BJP-യോട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാതായി തുടങ്ങിയിരിക്കും. പക്ഷെ അത് എല്ലായിടത്തും കോൺഗ്രസിനോടുള്ള ഇഷ്ടമായിട്ട് മാറുന്നുമില്ല. പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ BJP-ക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള സൂചനയാണ് പ്രശാന്ത് കിഷോർ ബീഹാറിൽ നൽകിയത്. വരും ദിവസങ്ങളിൽ ഈ സൂചന ഗൗരവമായിട്ട് BJP-യും കോൺഗ്രസും എടുത്തില്ലെങ്കിൽ മറ്റൊരു പുതിയ നേതാവിന്റെ ഉദയം ഇന്ത്യയുടെ ഒരു ശക്തമായ സംസ്ഥാനത്ത് വളരെയധികം ജനപ്രതിനിധികളെ 50ഓളം ജനപ്രതിനിധികളെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഒരു സംസ്ഥാനത്ത് ഉണ്ടായാൽ നിശ്ചയമായിട്ടും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മാറ്റത്തിന്റെ സൂചനയാവും. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.